ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയുള്ള ദൂരത്തിലാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാറി മുളന്തുരുത്തി പിറവം റോഡിൽ കാരിക്കോട് ജംഗ്ഷനിൽ നിന്നും 250 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാരിക്കോട് ജംഗ്ഷൻ, അതായത് ബസ് റൂട്ടിൽ നിന്നൊക്കെ 250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന, അതായത് വളരെ വലിയൊരു ലാൻഡ് അളവിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് എലിവേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടി എലിവേഷനൊക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ രീതിയിലുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഇതിനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഫ്രണ്ടിൽ നമ്മൾ കാർപോർച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഏരിയ ഫുള്ളായിട്ട് ടൈലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്തുള്ള വില്ല കംപ്ലീറ്റ് ആയിട്ട് ടൈല് വെച്ചിരിക്കുകയാണ്. ഒരു 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇതിനകത്തെല്ലാം നിറയെ വില്ലകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വിൻഡോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡ്, അതായത് ഒരു വുഡിന്റെ ഷെയ്ഡുള്ള ആ ഒരു ടൈപ്പ് ഓഫ് വുഡാണ് അവർ ഒരു ഷെയ്ഡാണ് അവർ കിച്ചണിനകത്ത് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഡിസൈൻ മെർജ് ചെയ്യുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറ് ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഒരു കിണർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ് ഇവിടെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത്. വളരെ സൈലന്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയ ഏരിയയിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അഞ്ചര സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരിക്കും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ. വാഷ് ബേസിൻ വരുന്ന ഭാഗം ഈ കാണുന്നതാണ്. വിത്ത് മിററോട് കൂടിയിട്ടാണ് വാഷ് ബേസിൻ ഫെസിലിറ്റി അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗത്തെല്ലാം തന്നെ കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്ത് ഡോറുകൾ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കടന്നു പോകുന്ന സ്റ്റെപ്പുകളുടെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ക്യാബിനറ്റ്സ് ആണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഒരു ചിമ്മിണി ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ആണ്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ തന്നെ ഒരു വൈറ്റ് കളർ ഫിനിഷ് ആണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും കവർ ചെയ്ത് തരുന്നതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കിച്ചണിന്റെ ബാക്ക് സൈഡൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ. കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയയ്ക്ക് പുറമെ ഒരു സെക്കൻഡ് കിച്ചൺ അഡീഷണൽ ആയിട്ടൊരു ചെറിയ സ്പേസ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഏരിയയുടെ ആവശ്യം ശരിക്കും വരുന്നില്ല. കിച്ചണിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സെക്കൻഡ് കിച്ചൺ ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണെങ്കിലും സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻസ് എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ട്രേറ്റ് കാണുന്ന ഒരു വോൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളോട് കൂടി അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷോലൈറ്റ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു വോളിലാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ഡിഫറെന്റ് കളറിലുള്ള പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 2 സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വീതം അവർ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ളതും ഇവിടുത്തെ ഫൈനൽ 3rd ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 2 വിൻഡോസ് അഡീഷണൽ ആയിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാത്റൂം. ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുന്ന ഡോറ് ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ അവർ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റിനുമെല്ലാം നിറയെ വില്ലകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3 വാഹനങ്ങൾ നന്നായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ വീടിനുള്ളത്. ബാൽക്കണിയുടെ ഏരിയ വന്നിട്ടാണെങ്കിൽ ആ വോൾ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ടെക്സ്റ്റൈൽ വർക്കുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വ്യൂവിൽ തന്നെ കാണാം വീടിന്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടിയുണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയ പ്ലാന്റ്സ് എല്ലാം വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു 5.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസും ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് എല്ലാം തന്നെ വരുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് കവർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും 12 കിലോമീറ്റർ മാറി മുളന്തുരുത്തി പിറവം റോഡിൽ കാരിക്കോട് ജംഗ്ഷനിൽ നിന്നും 250 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ 3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീട് മാത്രമല്ല, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മറ്റുള്ള വീടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനും കൂടി തീർച്ചയായിട്ടും മാർബിൾ ഹോംസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലോണോട് കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ മാർബിൾ ഹോംസിൽ വരുന്ന എല്ലാ വീടുകളും നിങ്ങൾ ലോൺ ഫെസിലിറ്റിയോട് കൂടിയാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്ത് തരുന്നതാണ്. ഒരു ലോണിന് പുറകെ നിങ്ങൾ ഒരുപാടൊന്നും ഓടി നടക്കാതെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഞങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബാങ്കിന്റെ പ്രോസസിംഗ് ഫീ അല്ലാതെ അഡീഷണൽ ആയിട്ട് യാതൊരു ചാർജുകളും നമ്മൾ അതിനു വേണ്ടി ഈടാക്കുന്നതല്ല. തൃപ്പൂണിത്തുറ, മുളന്തുരുത്തി, ചോറ്റാനിക്കര, പിറവം എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് നിങ്ങൾ വീടുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇനി നിങ്ങൾ കണ്ട വീഡിയോയിലെ വീട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ 60 ലക്ഷം രൂപ ചോദിക്കുന്ന സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അടുത്ത മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.